അങ്ങനെ ശ്രീലേഖയ്ക്ക് മുന്നിൽ വി കെ പ്രശാന്ത് തോൽവി സമ്മതിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ നിന്നും മാറിക്കൊണ്ട് അല്ലെങ്കിൽ MLA ഓഫീസിൽ നിന്നും ഒഴിഞ്ഞുകൊണ്ട് ഇനി കഴക്കൂട്ടത്തേക്ക് മാറുകയാണ് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇതിന് പിന്നിൽ കടകംപള്ളി ഇനി കഴക്കൂട്ടത്ത് മത്സരിക്കില്ല എന്ന് കഴിഞ്ഞ ദിവസം CPM പുറത്ത് പറഞ്ഞതിന് ശേഷം CPMന്റെ സ്ഥാനാർത്ഥിയായി ഈ പറയുന്ന വി കെ പ്രശാന്തിനെ അവിടെ മത്സരിപ്പിക്കാനുള്ള തന്ത്രങ്ങളായിരിക്കുമോ ഈ നടക്കുന്നത്? അല്ലെങ്കിൽ ഈ പറയുന്ന ശ്രീലേഖയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ഇത്രയും പെട്ടെന്നൊരു തീരുമാനം മാറ്റത്തിന്റെ കാരണം എന്തായിരിക്കും? എനിക്ക് തോന്നുന്നത് ആ ഫസ്റ്റ് വരിയുണ്ടല്ലോ, ഞാൻ തോൽവി സമ്മതിച്ചിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു തോറ്റുകൊണ്ട് ജയിക്കാനുള്ള ഒരു തന്ത്രമാണെന്ന് തോന്നുന്നത് വി കെ പ്രശാന്ത് പയറ്റിയിട്ടുള്ളതെന്ന് തോന്നുന്നു. കാരണം ഇപ്പം ആദ്യമെല്ലാം തന്നെ ശ്രീലേഖ ഇപ്പം മത്സരിച്ച് വിജയിച്ച് വന്നതിന് ശേഷം വി കെ പ്രശാന്തിന് എടുത്ത ഫസ്റ്റത്തെ ആയുധം തന്നെ അത് വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് ശ്രീലേഖ എന്തുകൊണ്ടോ അസ്വസ്ഥയാണ്. ആ അസ്വസ്ഥത എങ്ങനെ തീർക്കും എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ ശ്രീലേഖ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള രൂക്ഷമായൊരു വിമർശനം ശ്രീലേഖയ്ക്കെതിരെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പോൾ വി കെ പ്രശാന്ത് സ്വയം ഒഴിഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ വി കെ പ്രശാന്തിന് ഓൾറെഡി വട്ടിയൂർക്കാവ് MLAക്ക് നല്ലൊരു ഇമേജ് ഉള്ളത്. ആ ഇമേജിന്റെ മൈലേജ് കുറച്ചുകൂടെ കൂടി എന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റും. കാരണം വി കെ പ്രശാന്ത് ഞാൻ ഇനി ഒരു പ്രശ്നത്തിനില്ല, ഞാൻ സ്വയം മാറിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, അന്നും ഇന്നും. ഇനിയിപ്പം എവിടേക്ക് ഓഫീസ് മാത്രമേ മാറുന്നുള്ളൂ, അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ഉണ്ടായിരിക്കും. പിന്നെ എന്നെ ഭയങ്കരമായിട്ട് അപമാനിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ എല്ലാം പറഞ്ഞുകൊണ്ടാണ് വി കെ പ്രശാന്ത് മാറുന്നത്. അതെനിക്ക് തോന്നുന്നു ജനങ്ങളുടെ മനസ്സിൽ നല്ലൊരു ഇമേജ്, പൊതുവെ CPM പയറ്റാത്തൊരു രീതിയാണ്, അത് വി കെ പ്രശാന്ത് പയറ്റിയപ്പോൾ നല്ലൊരു ഇമേജ് വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അല്ല, ഈ വട്ടിയൂർക്കാവില് ഇത്തരത്തിലൊരു പ്രശ്നം നടന്നപ്പോൾ അല്ലെങ്കിൽ കൗൺസിലറായി ശ്രീലേഖ വരുന്നു, ആദ്യമേ തന്നെ വി കെ പ്രശാന്തിനെതിരെ പോര് തുടങ്ങുന്നു. അപ്പോൾ അത് MLA ഓഫീസ് ഒഴിഞ്ഞു നൽകണം എന്നുള്ള രീതിയിൽ പിന്നീട് 872 രൂപ വാടകയ്ക്കാണ് അവിടെ താമസിക്കുന്നത് അല്ലെങ്കിൽ അവിടെ ഓഫീസിൽ തുറന്നുകൊണ്ട് പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വി കെ പ്രശാന്തിന്റെ പ്രസ്താവന വരുന്നു. അതിന് പിന്നാലെ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ ഒരു സമയത്ത് നമ്മളിൽ പലരും അല്ലെങ്കിൽ പല മാധ്യമങ്ങളും പല പൊതുജനങ്ങളും വിശ്വസിച്ചിരുന്നത് BJP CPM തമ്മിലുള്ള ഒരു തർക്കം അല്ലെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ തമ്മിൽ ഏറ്റുമുട്ടേണ്ടത് ഇപ്പോൾ തന്നെ ശ്രീലേഖയിലൂടെയും പ്രശാന്തിലൂടെയും തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതായിരുന്നു. പക്ഷേ അവിടെ നല്ല കുട്ടിയായി പറയുന്ന വഴക്കിനൊന്നും ഞാനില്ല. ശ്രീലേഖ എന്താണോ ചെയ്യുന്നത്, കാരണം നമുക്കറിയാം പ്രശാന്തിന്റെ ആ ഒരു പേരിന് മുകളിൽ അല്ലെങ്കിൽ ആ ഒരു നെയിം പ്ലേറ്റിന് മുകളിൽ കൊണ്ടുപോയി ശ്രീലേഖയുടെ പ്ലേറ്റ് വെക്കുമ്പോൾ സ്വാഭാവികമായും MLAക്ക് മുകളിലാണ് കൗൺസിലർ എന്ന് പറയാതെ പറയുന്ന ഒരു നീക്കമായി നമ്മളിൽ പലർക്കും തോന്നിയെങ്കിൽ അത് തെറ്റായിട്ട് പറയാൻ സാധിക്കില്ല. ഈ സാഹചര്യത്തിലാണ് CPM ഈ പ്രശ്നം വഷളാകുന്നത് കണ്ടുകൊണ്ട് ഇനിയും ഒരു തലവേദന കൂടി എടുത്ത് തലയിൽ വെക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലായി ഇടതുപക്ഷം വി കെ പ്രശാന്തിനോട് ഒരു അനുനയത്തിന് തയ്യാറാവാൻ പറയുകയും അതിനുശേഷം അദ്ദേഹം അവിടെ നിന്ന് മാറിക്കൊണ്ട് കഴക്കൂട്ടത്തേക്ക് മാറുന്നു എന്നുള്ള രീതിയിൽ. കഴക്കൂട്ടത്തേക്ക് മാറുന്നു എന്നല്ല, ഈ പറയുന്ന ഓഫീസ് അവിടെ നിന്ന് മാറുകയും പിന്നീട് സ്വന്തം സ്ഥലമായ കഴക്കൂട്ടത്തേക്ക് പോകാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ വരുന്നത്. ഒരുപക്ഷെ കഴക്കൂട്ടത്ത് സ്വന്തം സ്ഥലമായ കഴക്കൂട്ടത്ത് വി കെ പ്രശാന്തിനെ മത്സരിപ്പിച്ചുകൊണ്ട് ശ്രീലേഖയോടൊപ്പം തന്നെ ശ്രീലേഖയോട് പോരിടാൻ തയ്യാറാകുന്ന അതിന് ആപ്റ്റായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ വട്ടിയൂർക്കാവിൽ മത്സരിപ്പിക്കാനുള്ള CPMന്റെ തന്ത്രമായി കൂടി നമുക്ക് ഇതിനെ കാണുന്നതിൽ തെറ്റു പറയാൻ സാധിക്കുമോ? CPMന്റെ തന്ത്രമാണോ CPM ഭയന്നതാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ അവിടെ ഉണ്ട്. കാരണം CPM ഇത്തരത്തിൽ പെട്ടെന്നൊരു അനുനയത്തിലേക്ക് നീങ്ങാം. ഒന്നുകിൽ അങ്ങനെയാണെങ്കിൽ തന്നെ CPM അങ്ങനെ ഒരു അനുനയത്തിലേക്ക് നീങ്ങണമെങ്കിൽ ഇതുവരെയുള്ള എല്ലാ പ്ലാനിലും എല്ലാ സ്ട്രാറ്റജിയിലും CPM പൊളിഞ്ഞിട്ടുണ്ട് എന്ന് സമ്മതിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഇനി മറ്റൊന്നുകൂടെ എടുത്ത് തലയിൽ ചുമക്കേണ്ട ആവശ്യമില്ല എന്ന് ചിന്തിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ഈ നിയമസഭയിലെങ്കിലും വലിയ വിവാദങ്ങളൊന്നും പെടാതെ രക്ഷപ്പെടണം എന്നുള്ളൊരു തീരുമാനത്തിന്റെ പുറത്തായിരിക്കാം CPM വന്നിട്ടുണ്ടാവുക. മറ്റൊരു ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത് K മുരളീധരൻ ഇതിനെ പറ്റിയൊരു കൗണ്ടർ പറഞ്ഞതാണ്. ഇത് PR ഏജൻസികളുടെ സ്റ്റണ്ടാണ് എന്ന്, ഒരു സ്ട്രാറ്റജിയാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ PR ഏജൻസികൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ BJPയുടെയും CPMന്റെയും PR ഏജൻസികൾ തമ്മിൽ ഏറ്റുമുട്ടുകയാണോ, അതോ CPMന്റെ PR ഏജൻസിന്റെ സ്ട്രാറ്റജിയാണോ? ഇതിൽ ആരാണ് ശരിക്കും PR എന്നുള്ള ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. കാരണം ശ്രീലേഖയുടെ പെട്ടെന്നുള്ള നീക്കവും അത് നമുക്ക് എന്തുകൊണ്ട്, കാരണം മറ്റൊരു BJP കൗൺസിലർമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാത്ത ഒരു ചടുലമായൊരു നീക്കം ശ്രീലേഖയുടെ ഭാഗത്തു നിന്ന് വരുന്നു. അതേസമയം തന്നെ CPM ഇതുവരെ സ്വീകരിക്കാത്തൊരു സ്ട്രാറ്റജി CPM ഇതിൽ സ്വീകരിക്കുന്നു. പ്രത്യേകിച്ച് CPMും BJP തമ്മിലൊരു CJP ബന്ധമെല്ലാം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു നീക്കം വരുമ്പോൾ അത് ആരുടെ PR ആണ്, ഏത് PR വർക്കാണ് അവിടെ നടന്നത് എന്നുള്ള ഒരു കൺഫ്യൂഷനും കൂടെ അവിടെ വരുന്നത്. അതെ, തീർച്ചയായിട്ടും. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇദ്ദേഹം പറഞ്ഞ PR വർക്ക് ചിലപ്പോൾ ഇത്തരത്തിൽ CPM BJP തമ്മിലുള്ള ഒരു ബന്ധം ഇപ്പോൾ നിലവിലില്ല എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു തർക്കമായി കൂടെ നമുക്ക് ഇതിനെ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. കാരണം ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ CPMന് വിനയായി മാറിയത് ഇത്തരത്തിലുള്ള അപവാദങ്ങളായിരുന്നു. BJPയുമായുള്ള ബന്ധം അല്ലെങ്കിൽ
അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശനുമായുള്ള ബന്ധം, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, ഇതൊക്കെ ആയിരുന്നു CPM തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടികൾ സമ്മാനിച്ചത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇതേ ഫാക്ടറുകൾ തോൽവിക്ക് കാരണമാകരുത് എന്നുള്ള CPM ദൃഢനിശ്ചയമായിരിക്കണം ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ആദ്യം ഒരു വഴക്കിലൂടെ തുടങ്ങുക, പിന്നീട് അനുനയിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക, പിന്നീട് VK പ്രശാന്ത് അവിടെ നിന്നും ഈ പറയുന്ന അദ്ദേഹം പറഞ്ഞൊരു പ്രസ്താവന ഉണ്ടായിരുന്നു, MLAക്ക് മുകളിൽ താനാണെന്നുള്ള സന്ദേശം ജനങ്ങൾക്ക് നൽകാൻ വേണ്ടിയായിരുന്നു ശ്രീലേഖ ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെയായിരുന്നു ആ പേര് അദ്ദേഹത്തിന് മുകളിൽ മറ്റൊരു നെയിം പ്ലേറ്റ് വെക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ശ്രീലേഖ വിജയിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റുമോ? അങ്ങനെ ഒരു പേര് അവിടെ സ്ഥാപിക്കുമ്പോൾ ഒരിക്കലും ഇല്ല. കാരണം ഒരുപക്ഷെ അവിടെ അത് തുടർന്നു പോയിരുന്നുവെങ്കിൽ നമുക്ക് അതിനെ ശ്രീലേഖ പറഞ്ഞെടുത്ത് നമുക്ക് നിൽക്കാമായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ പ്രശാന്തിന്റെ ഭാഗത്തു നിന്ന് ഈ ഒരു നീക്കം ആരും പ്രതീക്ഷിക്കാതെ പെട്ടെന്നൊരു മടങ്ങിപ്പോക്ക് അല്ലെങ്കിൽ മുട്ടുകുത്തൽ കാണുമ്പോൾ അവിടെ പ്രശാന്ത് വിജയിക്കാൻ മുന്നിട്ട് ഇറങ്ങിക്കൊണ്ട്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് മുൻപിൽ ശ്രീലേഖയുടെ മുൻപിൽ മുട്ടുകുത്തി എന്ന് പറഞ്ഞാലും ജനങ്ങൾക്ക് മുൻപിൽ തനിക്കുണ്ടാകുന്ന ഒരു ക്ലീൻ ഇമേജ് ഉണ്ട്. ഇത്രയും നാളുണ്ടായിരുന്ന ക്ലീൻ ഇമേജ് ശ്രീലേഖ മുന്നോട്ട് വന്നതോടുകൂടി ഇല്ലാതെയാകുന്നത് നമ്മൾ കണ്ടിരുന്നു. അത് വീണ്ടും തിരിച്ചു പിടിക്കാനുള്ള പ്രശാന്തിന്റെ തന്ത്രമാണ് ഇപ്പോൾ ഈ ഒരു ഒഴിഞ്ഞുപോക്ക് എന്നുള്ളത്. അതിനപ്പുറം വാടകയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നു. ഇനി അതിന് പിന്നാലെ ഇനി പ്രതിപക്ഷം കൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും CPM വീണ്ടും ഒരു ഇരുട്ടിലേക്ക് തള്ളിയിടുന്നത് പോലെ ഒരു അവസ്ഥയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. എല്ലാം ന്യായീകരിച്ച് ഇപ്പോൾ അവരുടെ അവസ്ഥ എന്ന് പറയുന്നത് ഇനി ന്യായീകരിക്കാൻ സമയമില്ല. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രചാരണവുമായിട്ടോ സ്ഥാനാർത്ഥിത്വവുമായിട്ടോ ബന്ധപ്പെട്ട് അവർക്കൊന്നും സംസാരിക്കാൻ നേരമില്ല. അവർക്ക് ഈ പറയുന്ന തങ്ങളുടെ തലയ്ക്ക് മുകളിലുള്ള ഈ ഒരു പ്രശ്നമായിട്ട് വരുമ്പോഴേ CPM സ്ട്രാറ്റജി ഇപ്പോൾ ശ്രദ്ധിച്ചിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുതൽ ആകപ്പാട് പൊളിച്ചെഴുതിക്കൊണ്ടാണ് പോകുന്നത്. ഈ ശബരിമല വിഷയമാണെങ്കിൽ പോലും CPM ഇതുവരെ പരിചയമില്ലാത്ത പുതിയ വഴികളിലൂടെ മേഖലകളിലൂടെയൊക്കെയാണ് CPM ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അനുനയത്തിന്റെ പാതയൊന്നും CPM പൊതുവെ അത്ര വശമില്ലാത്തതാണ്. പൊതുവെ ധാർഷ്ട്യത്തിന്റെയും മുഖം തിരിഞ്ഞ് നടക്കലിന്റെ എല്ലാം പാതയാണ് CPM എപ്പോഴും സ്വീകരിച്ചു വരുന്നത്. ആ പാതയിൽ നിന്നും വ്യത്യസ്തമായിട്ട് CPM ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അങ്ങനെ ഒരു നയം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ CPM ഭയന്നിട്ടുണ്ട്, അല്ലെങ്കിൽ പുതിയൊരു തന്ത്രം, അല്ലെങ്കിൽ ഒരു PR ബുദ്ധി അതിന് പുറകിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് വേണം. അതെ, തീർച്ചയായിട്ടും. ഇപ്പോ ഒരു സമയത്ത് കൗൺസിലർ ആണോ MLA ആണോ വലുത് എന്നുള്ളത് നമ്മൾ പോലും പല മാധ്യമങ്ങൾ പോലും ചർച്ച ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഈ പറയുന്ന പ്രശാന്ത് പറഞ്ഞിരുന്നു ശ്രീലേഖയുടെ തിട്ടൂരം അനുവദിച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞിടത്ത് നിന്നും വീണ്ടും മരുതൻകുഴിയിലേക്ക് തന്റെ ഓഫീസ് മാറിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും നാൾ എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്, ആ ഓഫീസ് പൂർണ്ണമായും ശ്രീലേഖയ്ക്ക് വിട്ട് നൽകിക്കൊണ്ട് പ്രശാന്ത് അവിടെ നിന്ന് മാറുമ്പോൾ മറ്റെന്തോ കണക്കുകൂട്ടലുകൾ CPM നടക്കുന്നുണ്ടോ? ഇനി അവസാനിക്കാനുണ്ട്. അവസാനിക്കാനുള്ളപ്പോൾ മാറുമ്പോൾ അത് ആരുടെ നീക്കാണെന്നാണ് പറയുന്നത്? പ്രശാന്തിന്റെ നീക്കാണെന്നാണോ? പ്രശാന്തിന്റെ മനസ്സിൽ എന്തൊക്കെയോ കാൽക്കുലേഷൻസ് ഉണ്ടെന്നാണ്? അല്ല, CPM ആണ് പ്രശാന്തിനോട് അവിടെ നിന്നും മാറണമെന്ന് ആവശ്യപ്പെട്ടുള്ളത്, അല്ലെങ്കിൽ ഈ പ്രശ്നം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത് CPM ആണ്. അപ്പൊ സ്വാഭാവികമായും ഇങ്ങനെ ഒരു നീക്കം പ്രശാന്ത് നടത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പാർട്ടി അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കണം. ഇനിയിപ്പോൾ വരുന്ന സമയങ്ങളിൽ ഇത്തരത്തിൽ പ്രശാന്തും ശ്രീലേഖയും തമ്മിൽ ഇപ്പോൾ മേയർ ബ്രോ ആയിരുന്നു, അല്ലെങ്കിൽ ഞാൻ എന്റെ അനിയനെ പോലെ കണ്ടിരുന്ന മോനെ എന്ന് വിളിച്ചിരുന്ന പ്രശാന്തിനെ തന്റെ സ്ഥാനത്ത് നിന്നും എഴുന്നേൽപ്പിച്ച് മാറ്റി, അല്ലെങ്കിൽ താൻ ഇരുന്നിരുന്ന ഇടത്ത് നിന്നും മാറ്റാൻ ശ്രീലേഖയ്ക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ MLA സ്ഥാനത്ത് നിന്നും ഇനി മാറ്റി തന്റെ പേര് അവിടെ പതിപ്പിക്കാനുള്ള തന്ത്രമാണോ ഈ പറയുന്ന ശ്രീലേഖയുടെ മുൻപിലുള്ളത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. നടക്കുമോ എന്നുള്ള ഒരു കാര്യമാണ്. കാരണം ശ്രീലേഖയുടെ ഒരു ഇമേജ് ഇതോടുകൂടി തന്നെ ഒരിക്കലും ഇല്ല, അങ്ങനെ നമുക്ക് പറയാൻ സാധിക്കില്ല. ഇപ്പോ രാഷ്ട്രീയമാണ്, എത്രത്തോളം ഇമേജ് ഇല്ലാതിരുന്ന ആളുകൾ പിന്നീട് മത്സരിച്ച് വിജയിച്ചു വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ ശ്രീലേഖയെ സംബന്ധിച്ച് ശ്രീലേഖയുടെ ഒരു നീക്കം BJPയിൽ വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ശ്രീലേഖ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ സ്വന്തം പാർട്ടിയിൽ പോലും ഈ ഒരു വിഷയം വലിയൊരു സ്വാധീനം ചെലുത്തിയതായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം BJPയുടെ ഭാഗത്ത് നിന്നൊരു താല്പര്യക്കുറവ് ഇതോടുകൂടി ശ്രീലേഖയ്ക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതെ, അതിനപ്പുറത്തേക്ക് വട്ടിയൂർക്കാവിൽ ഇനി സുരേന്ദ്രൻ മത്സരിക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകളും ഒരു സമയത്ത് ശക്തമായി വരുന്നുണ്ട്. ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ നടന്നിട്ടില്ല. പക്ഷേ വീണ്ടും K സുരേന്ദ്രന്റെ പേരിനോടൊപ്പം തന്നെ R ശ്രീലേഖയുടെ പേരും ഉയർന്നു കേൾക്കുമ്പോൾ ഇനി മത്സരിക്കാൻ താനില്ല എന്ന് പറഞ്ഞുകൊണ്ട് R ശ്രീലേഖ മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇനി വട്ടിയൂർക്കാവ് എന്താണ് സംഭവിക്കുന്നത്? അതല്ലെങ്കിൽ ഈ ഒരു വീണിടം വിഷ്ണുലോകമാക്കി മാറ്റിക്കൊണ്ട് R ശ്രീലേഖയുടെ ഈ ഒരു നീക്കം തങ്ങൾക്ക് ഉപകാരമാക്കി അല്ലെങ്കിൽ ഗുണം ചെയ്യുന്ന രീതിയിൽ കഴക്കൂട്ടത്തേക്ക് VK പ്രശാന്തിനെ മാറ്റി തന്ത്രപരമായി അവിടെ ഇനി മത്സരിപ്പിച്ചുകൊണ്ട് കടകംപള്ളിയെ നിർത്തുന്നതിന് പകരം VK പ്രശാന്തിനെ അവിടെ നിർത്താനുള്ള നീക്കമാണോ CPM നടത്തുന്നത് എന്നുള്ളതും നമുക്ക് വരുന്ന സമയങ്ങളിൽ അറിയാൻ സാധിക്കും എന്നുള്ളതാണ്.